നിങ്ങൾക്കറിയാം ഇവർ ഇങ്ങനെ ഒരു രാഷ്ട്രമാണോ, ഇവരിങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ പിന്നെ മറ്റേ കഫിയ തുടങ്ങിയത് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലും ഇതൊക്കെ ഉണ്ടായിട്ട് എന്താണ് കാര്യം? ഒരു യുദ്ധം ഉണ്ടായാൽ ഇപ്പോൾ രണ്ട് പേര് തമ്മിൽ തല്ലുകൂടിയാൽ തന്നെ അയാൾ തിരിച്ച് തലോടാൻ പറ്റില്ലല്ലോ. ഒരാൾ തല്ലുകൊള്ളുന്ന ആൾ ഒന്നുകിൽ നമുക്ക് നമ്മുടെ ശത്രുവിനെ തീർക്കുക, അല്ലെങ്കിൽ എണീക്കാൻ വയ്യാതെ തറയിലിടുക, ഇല്ലെങ്കിൽ അയാൾ തിരിച്ചു തല്ലും. സ്വാഭാവികമാണ്. അല്ല, നിങ്ങൾ ഈ പറയുന്ന ക്രൂരനായ ദയയില്ലാത്ത ഒരു ശത്രുവിനെ വീട്ടിൽ കയറി അയാളെ തല്ലല്ല ചെയ്യുന്നത്, അയാളെ തല്ല മാത്രമല്ല ചെയ്യുന്നത്, അയാളെ വീട്ടിൽ കയറി അയാളുടെ വീട്ടിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചിട്ട് അതൊരു വൻ വിജയമാണെന്ന് പറഞ്ഞ് ഉദ്ഘോഷിച്ച് ചെയ്യുമ്പോൾ തിരിച്ച് അയാൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറുമെന്ന് അറിയില്ലേ? അതെ, തിരിച്ചു വന്ന് കയറും. അത് മാത്രമല്ല, പിന്നെ അവിടെ കരച്ചിലിന്റെ കാര്യമില്ല. അവിടെ ഈ പറയുന്ന ഐക്യദാർഢ്യം കൊടുക്കുക, പറ്റുന്നവർ എനിക്ക് തോന്നുന്നത് ഇപ്പം പിന്നെ ഗാസയ്ക്ക് വേണ്ടി പോരാടുക, അല്ലെങ്കിൽ ഗാസയിൽ പോയി യുദ്ധം ചെയ്യുക, എങ്ങനെയാണോ വെച്ചാൽ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ പിന്നെ മറ്റേതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ദയനീയതയും അതിൻ്റെ പിന്നിൽ ഇരവാദവും ഒന്നും മുഴക്കിയിട്ട് കാര്യമില്ല. ഒരു യുദ്ധത്തിൽ അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ ആക്രമിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അവിടെ കൊലപാതകം നടത്തിയിട്ട് നിങ്ങൾ സന്തോഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ തിരിച്ചടിയും നിങ്ങൾ നേരിടാൻ തയ്യാറായിരിക്കണം. തീർച്ചയായിട്ടും അതിനകത്ത് സംശയമൊന്നുമില്ല.